എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 57 ശ്ലോകം 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 11 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. സത്യഭാമ വേഗം ഹസ്തിനാപുരിയിൽ ചെന്ന് അച്ഛന്റെ മരണവാർത്ത പറഞ്ഞപ്പോ അയ്യോ എന്താ കഷ്ടായി എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഭഗവാന്മാരും ബലരാമൻ ശ്രീകൃഷ്ണ ഭഗവാനും കൂടി ഉറക്കെ കരയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. സാധാരണ മനുഷ്യരെ പോലെ തന്നെ. അങ്ങനെയാണ് ഭാര്യയുടെ അച്ഛൻ മരിച്ചാൽ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നായിരിക്കും അല്ലെ, ഭഗവാൻ അവരുടെ ലോകത്തിനെ പഠിപ്പിക്കാനായിരിക്കും. അല്ലെങ്കിൽ സത്യഭാമയ്ക്ക് ദുഃഖാവില്ലേ, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അവരൊന്നും വിഷമിച്ചില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അഭിനയിച്ചു രണ്ടുപേരും. എന്നിട്ട് ഇതാ വേഗം ദ്വാരകയിലേക്ക് പോകുന്നു രണ്ടുപേരും കൂടിയിട്ട്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. ആഗത്യ ഭഗവാൻ തസ്മാത് സഭാര്യസാഗ്രജപുരം ശതധന്വാനമാരേഭേ ഹന്തും ഭർത്തും മണിം തത. ഉടനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമയോടും ബലരാമേട്ടനോടും കൂടിയിട്ട് ഹസ്തിനപുരത്തിൽ നിന്ന് പുറപ്പെട്ട് ദ്വാരകയിൽ വന്നു. ഇത്രയും ക്രൂരകർമ്മം ചെയ്ത ശതധന്വാവിന്റെ അടുത്ത് നിന്ന് മണി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം ചെയ്തു. സോപി കൃഷ്ണോദ്യമം ജ്ഞാത്വാ ഭീത പ്രാണപരീപ്സയാ സാഹായേ കൃതവർവാണം അയാചത സചാബ്രവിൽ. ഇതങ്ങോട്ട് കേട്ടു. ശതധന്വാവ് പറഞ്ഞു, ഭഗവാൻ വന്നിട്ടുണ്ട്, ശ്രീകൃഷ്ണനും ബലരാമേട്ടനും കൂടി വന്നിട്ടുണ്ട്, തന്നെ വധിക്കും എന്നുള്ളത് ഉറപ്പായി. പേടിച്ച് ഓടാണ്. ആ ഭയപ്പെട്ട ശതധന്വാവ് തന്റെ പ്രാണൻ പോകാതിരുന്നാൽ മതി, എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള വിചാരത്തോടെ പറഞ്ഞത് കൊടുത്തത് ആരാ? അക്രൂരനും കൃതകർമാവും അല്ലെ. അവരുടെ അടുത്തേക്ക് എന്നെ ഓട്ടിച്ചെന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കണം കേട്ടോ, ശ്രീകൃഷ്ണൻ എന്നെ വധിക്കും, നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞു തന്നത്, നിങ്ങൾ തന്നെ എന്നെ ഇതിനുള്ള പരിഹാരം പറഞ്ഞു തരണം. അവര് രണ്ടാളും കൈയൊഴിഞ്ഞു. നാഹമീശ്വരയോ കുര്യാം ഹേളനം രാമകൃഷ്ണയോ കോനുക്ഷേമായ കൽപ്പേത തയോർവൃജിനമാചരൻ. ശതധന്വാവ് വന്ന് സഹായം അഭ്യർത്ഥിച്ചപ്പോ കൃതവർമാവ് ഭയപ്പെട്ടു. അവരെ രണ്ടുപേരും ഈശ്വരന്മാരാ. ആ ഈശ്വരന്മാരായ ബലരാമനും കൃഷ്ണനും വിരോധം ചെയ്യാൻ അയ്യോ ഞാനില്ല, ഞാൻ ശക്തനല്ല. അവരുടെ നേരെ നമ്മൾ എന്തെങ്കിലും അപരാധം ചെയ്യാണെന്ന് വെച്ചാൽ നമ്മൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അയ്യോ ഞാനില്ലേ ഒഴിഞ്ഞു. കംസസഖാനുഗോപീതോ യദ്വേഷാത്യാജിതശ്രിയാ ജരാസന്ധ സപ്തദശ സംയുഗാൽ വിരഥോഗത. കൃഷ്ണൻ ദ്വേഷികള് നശിക്കും. അതിനുള്ള ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അയ്യോ ഭഗവാനോട് ദ്രോഹം ചെയ്തവരൊക്കെ നശിച്ചിട്ടേ ഉള്ളൂ. അതെ, ആ കംസനും അവന്റെ ആൾക്കാരും ശ്രീകൃഷ്ണനോടുണ്ടായ വൈരം നിമിത്തം രാജ്യഭ്രഷ്ടരായിട്ട് കാലപുരി പ്രാപിച്ചില്ലേ. ജരാസന്ധൻ 17 പ്രാവശ്യം ശ്രീകൃഷ്ണനോട് യുദ്ധത്തിനായിട്ട് പോയി. എന്നിട്ടോ സൈന്യങ്ങൾ മുഴുവനും നശിച്ച് ഒരു തേരും കൂടി ശേഷിക്കാതെ ഈ 17 വട്ടവും തോറ്റോടി പോയില്ലേ. അയ്യോ ഞാനില്ലേ ശ്രീകൃഷ്ണനോട് എതിരിടാൻ. പ്രത്യാഖ്യാതസചാക്രൂരം പാർഷ്ണിഗ്രാഹമയാചത സോപ്യാഹകോ വിരുദ്ധ്യേത വിദ്വാൻ ഈശ്വരയോർബലം. ശതധന്വാവിനാകെ ഭയം ഇരട്ടിച്ചു. ഈശ്വര നീ എന്ത് ചെയ്യും? കൃതകർമാവ് സഹായിക്കില്ല എന്ന് ഉറപ്പായി. വേഗം ശതധന്വാവ് അക്രൂരന്റെ അടുത്തേക്ക് ഓടി. സഹായിക്കണേ, എന്നെ വധിക്കും ശ്രീകൃഷ്ണ, തീർച്ചയാണ്. മഹാശക്തന്മാരായ രാമകൃഷ്ണന്മാരുടെ പ്രഭാവത്തെ നന്നായി അറിയണ അക്രൂരൻ അയ്യോ അവരോട് വിരോധിയായിരിക്കാൻ ആർക്കാ സാധിക്കുക? ശ്രീകൃഷ്ണനോട് എതിരിടാൻ ഞാനില്ലേ എന്ന് പറഞ്ഞു അക്രൂരൻ. ഒഴിഞ്ഞു. എന്നിട്ട് പറയാണ് ഭഗവാന്റെ മഹാത്മ്യത്തിനെ പറ്റി വർണ്ണിച്ചു കൊടുക്കുക ശതധന്വാവിന്.
യൈദം ലീലയാ വിശ്വം സൃജത്യവധി ഹന്തി ച ചേഷ്ടാം വിശ്വസൃജോ യസ്യ ന വിദുർമോഹിതാ ജയാ. ശ്രീകൃഷ്ണനും ബലരാമനും ശരീരം കൊണ്ട് രണ്ടാണ്, എന്നാലും വാസ്തവത്തിൽ അവര് രണ്ടുപേരും ഒന്നാണ്. അവരുടെ മഹാത്മ്യം അക്രൂരൻ പിന്നെയും ശതധന്വാവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. യാതൊരുവൻ ഈ കാണപ്പെടുന്ന സകലത്തെയും യാതൊരു പ്രയാസവും കൂടാതെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നുവോ, ഏതൊരുവന്റെ തത്വത്തെ മായാമോഹിതരായ ബ്രഹ്മാദി ദേവന്മാർ കൂടി അറിയുന്നില്ലയോ, അങ്ങനെ ഇരിക്കുന്ന ആ ശ്രീകൃഷ്ണനോട് വിരോധിയായിരിക്കാൻ ആർക്കാ സാധിക്കാം? യസപ്തഹായന ശൈലം ഉൽപാട്യേന പാണിന ദധാരലീലയാ ബാല ഉച്ചിലേന്ദ്രമിവാർഭക. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഏതൊരു ബാലൻ ഗോവർദ്ധന പർവ്വതം അടിയോടെ പുഴക്കി ഒറ്റ കൈകൊണ്ട് ലേശവും ആയാസവും കൂടാതെ ചെറിയൊരു കുട്ടി കൂണ് എന്ന നിസാര സാധനം ഉയർത്തുന്നത് പോലെ പിടിച്ചു നിന്നുവോ? അങ്ങനെയുള്ള ആ ഭഗവാനോട് വിരോധിയായിരിക്കാൻ ആർക്കാ സാധിക്കുക? നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അത്ഭുത കർമ്മണേ അനന്തായ ആദിഭൂതായ കൂടസ്ഥായ ആത്മനേ നമഃ. ദേവഗന്ധർവാദികൾക്കും കൂടി അറിയാൻ കഴിയാത്ത ആശ്ചര്യ പ്രവൃത്തികൾ നടത്തുന്നവനും ആദ്യന്തരഹിതനും നിർവികാരനും സമസ്ത ഐശ്വര്യ സ്വരൂപനും സർവാത്മാവുമായിരിക്കുന്ന ആ കൃഷ്ണന് നമസ്കാരം. ഇപ്പോഴാ അക്രൂരന് ശരിക്കുള്ള ബോധം വന്നത്. പ്രത്യാഖ്യാത സതേനാപി ശതധന്വാമകാമണിം തസ്മിന്നസ്യാശ്വമാരുഹ്യ ശതയോജനകം യയോ. ഇങ്ങനെ പറഞ്ഞിട്ട് അക്രൂരനും ശതധന്വാവിനെ സഹായിക്കാതെ ഉപേക്ഷിച്ചു. അപ്പൊ ശതധന്വാവിന് വേറെ ഗതിയില്ലാന്ന് മനസ്സിലായി. ഈ മണിന് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഇവിടുന്ന് രക്ഷപ്പെടല്ലാതെ നിവൃത്തിയില്ല. ശതധന്വാവ് എന്ത് ചെയ്തു? തന്റെ കയ്യിലുള്ള ആ മണി അക്രൂരന്റെ മടിയിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ഒരൊറ്റ ഓട്ടം. 100 യോജന ദൂരം ഒന്നായി സഞ്ചരിക്കുന്ന ഒരു കുതിരമേൽ കയറിയാണ്ട് പാഞ്ഞു പോയി. അത്ര വേഗതയുള്ളൊരു കുതിരയിൽ കയറി. അക്രൂരൻ ഹേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശതധന്വാവ് പോയി കഴിഞ്ഞു. ശതധന്വാവിനെ അന്വേഷിച്ചു വന്ന ബലരാമസ്വാമിയും ഇത് കണ്ടു. ഗരുഡധ്വജമാരുഹ്യ രഥം രാമജനാർദ്ദനൗ അന്വയാദാ മഹാവേഗി അശ്വൈരാജൻ ഗുരുദ്രുഹം. രാജാവേ, ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ആ ദുഷ്ടനിഗ്രഹ തൽപരന്മാരായ ബലരാമ ശ്രീകൃഷ്ണന്മാര് ഗരുഡനാകുന്ന കൊടിയടയാളമുള്ളതും മഹാവേഗമുള്ള 4 കുതിരകളെ പൂട്ടിയതുമായ ഒരു തേരിൽ കയറിയിരുന്ന ശതധന്വാവിന്റെ പിന്നാലെ ഓടി. ശതധന്വാവിനെ പിന്തുടർന്നു. മിഥിലായാമുപവനേ വിസൃജ്യ പതിതം ഭയം പദ്ഭ്യാമധാവൽ സന്ത്രസ്ത കൃഷ്ണോപ്യന്വദ്രവല്ലുഷ. അപ്പൊ എന്താ, 100 യോജന മാത്രം സഞ്ചരിക്കുന്ന കുതിരയുടെ മുകളിലാണ് ശതധന്വാവ് പോണതല്ലേ. അത്ര വേഗത്തിലാ. കുതിര ക്ഷീണിച്ചു. അപ്പൊ കുതിര അവിടെ നിന്നു. അപ്പൊ അതിനപ്പുറം സഞ്ചരിക്കാൻ കഴിയാതെ മിഥിലാപുര സമീപത്തിലെത്തിയപ്പോ കുതിര അങ്ങോട്ട് വീണു. ആ കുതിര അവിടെ ഉപേക്ഷിച്ച് ശതധന്വാവ് ഏറ്റവും ഭയത്തോടെ ഊട്ടി കാലുകൾ കൊണ്ട് തന്നെ, കുതിര വാഹനങ്ങളൊന്നും കിട്ടാനില്ലല്ലോ, ഊട്ടി കുതിച്ചു പാഞ്ഞു. ഇത് കണ്ടു ഭഗവാന്മാരും ഏറ്റവും ദേഷ്യത്തോടെ ശ്രീകൃഷ്ണനും അതിന്റെ പിന്നാലെ പാഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.